0% നിന്ന് തുടങ്ങി കോടികളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു മനുഷ്യൻ. പക്ഷേ ആ വിജയഗാഥ അവസാനിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വെടിയൊച്ചയിലായിരുന്നു. ബംഗളൂരുവിലെ ആഡംബര ഹോട്ടൽ മുറിയിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയി ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു ആത്മഹത്യയാണോ അതോ സമ്മർദ്ദങ്ങൾ തളർത്തിയ ഒരു പോരാളിയുടെ പതനമാണോ? ബംഗളൂരു പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടുകളും ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ, ദ ഹിന്ദു തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങൾ നൽകിയ വാർത്തകളും അടിസ്ഥാനമാക്കിയാണ് ഈ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. യാദൃച്ഛികതകളുടെയും നേട്ടങ്ങളുടെയും ആ വലിയ അധ്യായത്തിന് തിരശ്ശീല വീണത് അപ്രതീക്ഷിതമായിരുന്നു. CJ റോയിയെ ബംഗളൂരുവിലെ ലളിത ഷോപ്പ് ഹോട്ടലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വന്തം ലൈസൻസ് ഉള്ള തോക്കുപയോഗിച്ച് നെഞ്ചിലേക്ക് വെടിയുതിർത്താണ് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വെറും 3 സുഹൃത്തുക്കളുമായി ചേർന്ന് ബംഗളൂരുവിൽ തുടങ്ങിയ യാത്ര ഇന്ന് റിയൽ എസ്റ്റേറ്റ്, സിനിമാ നിർമ്മാണം, വ്യോമയാനം എന്നിങ്ങനെ തുടങ്ങി ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന വൻമരമായി മാറിയിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സിനിമാ ലോകത്തെ പ്രമുഖരുടെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു അദ്ദേഹം. വിജയങ്ങൾക്കിടയിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി CJ റോയി കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിരുന്നത്. 2021-22 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ നടന്ന ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡുകളും 73 കോടിയോളം രൂപയുടെ നികുതി പ്രശ്നങ്ങളും വലിയ നിയമക്കുരുക്കുകളിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടതും ബിസിനസ് ഇടപാടുകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടതും അദ്ദേഹത്തെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ അതികായനായിരുന്ന CJ റോയിയുടെ അപ്രതീക്ഷിത മരണം ബിസിനസ് മേഖലയെ മാത്രമല്ല സാധാരണക്കാരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. മലയാളികൾക്ക് CJ റോയിയെ കൂടുതൽ പരിചയം സാധാരണക്കാർക്കും ഫ്ലാറ്റ് സ്വന്തമാക്കാമെന്ന കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പരസ്യവാചകത്തിലൂടെയും ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ടെലിവിഷൻ ഷോയുടെ വിജയത്തിലൂടെയും മലയാള ചിത്രങ്ങളുടെ നിർമ്മാതാവെന്ന നിലയിലുമാണ്. കാസനോവ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ പണം വാരിയെറിഞ്ഞ് മലയാള സിനിമാ നിർമ്മാണ രംഗത്തെത്തിയ CJ റോയി എന്ന ബിസിനസ്സുകാരൻ തുടർന്നും 3 ചിത്രങ്ങളുടെ നിർമ്മാണ പങ്കാളിയായി. ഏറ്റവും ഒടുവിലായി നിർമ്മിച്ച ചിത്രത്തിന്റെ റിലീസ് ആദ്യം നിശ്ചയിച്ച ദിവസമാണ് CJ റോയി സ്വയം ജീവനൊടുക്കിയത്. നമ്മൾ പണിതുയർത്തുന്ന സാമ്രാജ്യങ്ങൾക്കും സമ്പാദിക്കുന്ന കോടികൾക്കും അപ്പുറം സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്ന ഒരു മനസ്സ് എത്ര വലിയ അനുഗ്രഹമാണെന്ന് ഈ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മനസ്സ് മടുക്കുമ്പോൾ, തളരുമ്പോൾ തോക്കെടുക്കാനല്ല, തോറ്റു കൊടുക്കാതിരിക്കാൻ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് മനസ്സ് തുറക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കേരളം കണ്ട കരുത്തനായ ആ സംരംഭകന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. കാനഡയിലെ മലയാളി ശബ്ദം.